നമസ്കാരം. സ്പീഡ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എടുത്ത സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം. മാനിഫെസ്റ്റോയിൽ ഒതുങ്ങുന്നതല്ലെന്നും കേരളത്തിന്റെ MP ആയിരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന BJP. രാജ്യം ഉറ്റുനോക്കിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് BJP ആദ്യ അക്കൗണ്ട് തുറന്നത്. തൃശൂർ പാലക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. പാലക്കൽ മാർക്കറ്റ് മുതൽ വെങ്ങണിശ്ശേരി റോഡ് വരെയാണ് അതിവേഗ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചത്. ചാവക്കാട് ബീച്ചിൽ ശക്തമായ തിരയിൽ വഞ്ചി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. ചാവക്കാട് ബീച്ച് സ്വദേശി കിഴക്കൂട്ട് സുധീറിനാണ് പരിക്കേറ്റത്. കരുവന്നൂരിൽ കള്ളന്മാരെ നാട്ടുകാർ പിടികൂടി. കരുവന്നൂർ ചെറിയ പാലം, എട്ടുമന പ്രദേശങ്ങളിൽ മോഷണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് നാട്ടുകാർ പിടികൂടിയത്. തൃശൂർ തിരുഹൃദയാലയത്തിൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 11-നാണ് ഊട്ടുതിരുനാൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഹിതം പിടിക്കുന്ന ജീവനാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MO ഡൈസൺ ധർണ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പോർക്കുളം അഗതിയൂരിൽ കിണറ്റിൽ വീണ യുവതിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അഗതിയൂർ സ്വദേശി പറപ്പൂർ വീട്ടിൽ ശ്രീഹരിയുടെ ഭാര്യ മഞ്ജുവാണ് കിണറ്റിൽ വീണത്. തൃശൂർ പടിഞ്ഞാറക്കോട്ട NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അനില ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് നിന്ന് കാണാതായ വിദ്യാർത്ഥികളെ കോയമ്പത്തൂരിൽ കണ്ടെത്തി. ആനക്കൽ സ്വദേശികളും MJD സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥികളുമായ 2 പേരെയാണ് കുന്നംകുളത്ത് നിന്ന് കാണാതായത്. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. ഈ മാസം 14 വരെയാണ് സമയപരിധി നീട്ടിയത്. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം PTA വൈസ് പ്രസിഡന്റ് NB ബിജു ഉദ്ഘാടനം ചെയ്തു. ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് സനോജ് ലാൽ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് കൊളത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. ദേവമംഗലം ക്ഷേത്ര മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പടക്കം പൊട്ടിച്ചും മധുര പലഹാരം വിതരണം ചെയ്തും പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു. കുന്നംകുളം ആർത്താറ്റ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പണ്ടാരത്തിൽ കറുത്ത വീട്ടിൽ ഫാറൂഖിനാണ് പരിക്കേറ്റത്. ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി എംബ്ലം പ്രകാശനം വികാരി ഫാദർ സിബിൻ എടാട്ടുകാരൻ നിർവഹിച്ചു. ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ, ജനറൽ കൺവീനർ ജോയ് കാരക്കാട്ട് തുടങ്ങിയവർ സന്നിഹിതരായി. വാഴച്ചാലിന് പുറമെ അതിരപ്പള്ളിയിലും കടുവയിറങ്ങി. 2 ദിവസം മുൻപാണ് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കടുവ പ്രത്യക്ഷപ്പെട്ടത്. ഇരിങ്ങാലക്കുടയിൽ BJP പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം എടുക്കാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഓട്ടോ ഡ്രൈവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ബസ് സ്റ്റാൻഡിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കയ്യേറ്റ ശ്രമം നടന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.